ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് പാറ്റേൺ നമ്മുടെ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൗണ്ടുകൾ മാർക്ക് ചെയ്തേക്കണേൽ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കണം. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. സിൽക്ക് ത്രെഡ് 14 സ്റ്റൺസ് ആണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 5ഉം ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് താഴേന്ന് നീഡിൽ മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം നീഡിൽ 2 തവണ ഒന്ന് ത്രെഡ് ചുറ്റിയെടുത്തിട്ട് താഴോട്ട് നീഡിൽ കുത്താണ് ചെയ്യുന്നത്. എങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ സെന്ററിലായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ടിന് പകരമായിട്ട് വലിയ ബീഡ് തുന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഒരു ഫ്ലവർ കൂടെ ചെയ്തെടുക്കുന്നത് കാണിക്കാം. ഇനി നമ്മളിവിടെ ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ആന്റി ഗോൾഡന്റെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ലീഫിന്റെ പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 4 ഷുഗർ ബീഡ്സ് വീതം ചെരിച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീഡിൽ നമ്പർ 10 യൂസ് ചെയ്ത് നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. മാക്സിമം നമ്മുടെ ഫാബ്രിക് ഏത് കളറാണോ ആ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ കിട്ടും. ബീഡ് വർക്ക് എങ്ങനെ ചെയ്തെടുക്കണേന്നുള്ളത് കണ്ടു നോക്കാം.